മീര ജാസ്മിന്റെ ഒരു കംബാക്ക് ആണ്. എലിസബത്തിന് ശേഷം മീര ജാസ്മിൻ ഇത്ര എനർജറ്റിക് ആയിട്ട് കണ്ടിട്ടില്ല. അടിപൊളി ആക്ച്വലി ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു മാരേജിനെ ഭയങ്കര നോർമലൈസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഒരു ഇമോഷന്റെ ഒരു റോളർ കോസ്റ്റർ പോലെ തോന്നിയിട്ടുണ്ട്. നല്ല കോമഡി മൂവി ആയിരുന്നു. ആക്ച്വലി ചിരിക്കാനുണ്ടായിരുന്നു, ചിരിക്കാൻ പറ്റുമായിരുന്നു. അതൊരു നല്ലൊരു ഒരു നമുക്കൊരു ഇത് കിട്ടുന്ന പോലെ ഒരു ഫാമിലിയൊക്കെ അടിപൊളിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റും. ഭയങ്കര ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു. അയ്യോ എന്ത് ഭംഗിയായിരുന്നു. ഇപ്പൊ ആ ഒരു ലുക്കാണ് അതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. കാണാൻ ആ ഒരു ഏജ് ഒന്നും തോന്നിക്കുന്നില്ല. ഭയങ്കര യങ് ആയിട്ട് ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. എല്ലാരും കാണണം. ചേട്ടാ അടിപൊളി കോമഡിക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല പടം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. കുഴപ്പമില്ല, എന്റർടൈൻഡ് ആണ് അത്രയ്ക്ക് ഇല്ല, പക്ഷെ നല്ലൊരു എന്റർടൈൻഡ് മൂവിയാണ്. നല്ലൊരു മൂവിയാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം. മൂവി നന്നായിട്ടുണ്ടായിരുന്നു. നല്ല കോമഡി ആയിരുന്നു, നല്ല എന്റർടൈൻമെന്റ് മൂവി ആയിരുന്നു. വലിയ ലാഗൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായി. ആ കോംബോ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ല, പക്ഷെ എങ്കിൽ പോലും കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. എന്താണ് അടിപൊളി, മൊത്തത്തിൽ അടിപൊളിയാണ്. നല്ലൊരു ഫിലിം തന്നെയാണ്. ഒരു വലിയ പ്രതീക്ഷയില്ലാതെ കയറിയതായിരുന്നു, പക്ഷെ നല്ല കൊള്ളാം, നന്നായിട്ടുണ്ട്. സോങ്സും കൊള്ളായിരുന്നു. സോങ്സും കേട്ടിരിക്കാൻ കുറച്ച് സുഖം തന്നെയായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. കൊള്ളാം ബ്രോ, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട് ബ്രോ. ഓക്കെ ആയിരുന്നു. ഫാമിലി എന്റർടൈനറാണ്. കുറേ നേരം കൂടി ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഫാമിലി എന്റർടൈനറാണ്. സൂപ്പർ ഫിലിം. ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. അപ്പം എല്ലാവരും കാണണമെന്ന് മാത്രമേ ഞാൻ പറയൂ. എൻ്റെ അഭിപ്രായത്തിൽ ഞാനിന്ന് കുറേ ചിരിച്ച സിനിമ, എനിക്ക് നല്ല ചിരി വന്ന സിനിമ, നല്ല സിനിമ, എല്ലാവരും കാണും. എല്ലാവരുടെ അഭിനയം കിഡില, സൂപ്പർ. ആരെയും അങ്ങനെ ഒയിരാണ് അങ്ങനത്തെ ഇല്ല. എല്ലാവരും ഒരു ബാലൻസിങ് ആയിട്ടാണ് പോയത്. എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തു. എടുത്തു പറയാൻ കോമഡി പൊളിയാണ്. പിന്നെ നമ്മുടെ നവ്യനാന്റെ ലുക്കും അതൊക്കെയും പൊളിയാണ്. കുഴപ്പമില്ല. മീര ജാസ്മിൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലുതായിട്ട് ഫാമിലിക്ക് കാണാം. ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. ഫേസ്ബുക്ക് ലവ് സ്റ്റോറിയാണ്. ഒരു 80s-ഉം 90s-ഉം തമ്മിലുള്ളൊരു ലവേഴ്സിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് അതിൻ്റെ അത്. കൊള്ളാം, നല്ലൊരു പടമാണ്. മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് വേണം പറയാം. നേരത്തെ ഇതിനു മുമ്പേ എലിസബത്ത് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പടം. പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു നല്ലൊരു പടം എന്ന് പറയുന്ന പാലും പഴം എന്ന് പറയുന്ന ഈ സിനിമ തന്നെയാണ്. ഒരു വ്യത്യസ്തമായിട്ടൊരു കഥ, പിന്നെ അത് രസകരമായിട്ട് എടുത്തിരിക്കുന്നു. നല്ല തിരക്കഥയായാലും ഡയറക്ഷനായാലും എല്ലാം നല്ലതാണ്. എനിക്ക് ഫാമിലിയെക്കാട്ടും കൂടുതൽ നമ്മുടെ പിള്ളേർക്ക് വന്നിരുന്ന് കണ്ട് രസിക്കാവുന്ന അടിപൊളി ഒരു സിനിമ തന്നെയാണ്. നല്ല രസമുണ്ട്.